ഇതെന്താ? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആചാരം ആയിക്കോട്ടെ. ആചാരമൊക്കെ കഴിഞ്ഞു ഇനി പ്രവേശിക്കാലോ അല്ലേ? ഇതെന്താ? അത് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. അത് തുപ്പക്കൊള്ളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മിറ്റത്തൊക്കെ തുപ്പിയാ അത് വൃത്തികേടായി പോവില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ? അതിനിപ്പോ ഞങ്ങക്ക് വേറെ ജോലിയില്ലേ, ഇതുപോലെ നടക്കില്ലല്ലോ. എന്തുമാതിരി വീടാത് എന്റെ അമ്മേ. കാരണവന്മാരെ കാശ് ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശ് ചെലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരുന്നു. അയ്യോ, എന്തിനാ അകത്തേക്ക് പോണേ? അയ്യോ, ആരാ അവിടെ ഉള്ളേ? അശ്വതി കുട്ടി, ഭഗവാനെ. അശ്വതി, എന്താ അച്ഛാ? ദേ ആ ചാട്ടക്കാരി പെണ്ണ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. എല്ലാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നാ? ആ അവിടെ കുറുമ്പന്മാന്റെ ആണല്ലേ, എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ? സംഘോ? ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള, അത്രേ ഉള്ളൂ. ആ കുട്ടി മോള് ദേ നിൽക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ അസലായിരിക്കണു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ? പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, 5 ആൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ? ഒക്കെ അടച്ചിട്ടിരിക്കുക. ഇല്ലയോ, തുറന്നെടുക്കല്ലേ? പൊടിയും മാറാലൊക്കെയാ. അതിനെന്താ? കുട്ടി കുട്ടി, ആര് പറഞ്ഞു നിന്നോട് ഈ മുറിക്കകത്തേക്ക് വരാൻ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാനൊന്നും ചെയ്തില്ല. വെറുതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവരെന്നെ ഇളയമ്മയാ, സുഖമില്ല. ചിലപ്പോ ഇങ്ങനെ ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കും. മതി. ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. എന്തിനാ അവരെ അങ്ങനെ? നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ചെന്നേ? വലിയ വലിയ തറവാടുകളുടെയൊക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. കണ്ടാലും നമ്മൾ കണ്ടില്ല നടിക്കുക. ആ തവി ഒരു കപ്പ കൂടെ.
ആ തവി ഒരു കപ്പ കൂടെയല്ല, ആ കപ്പ ഒരു തവി കൂടെ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേ. അങ്ങനെയൊന്നല്ല മാണിക്കുന്ന മണ്ടത്തരം പറഞ്ഞാലും സമ്മതിച്ചില്ല. കഞ്ഞി കൂടെ. അപ്പൊ ചേട്ടൻ കഞ്ഞല്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം? എന്നാലും എന്തിനാ അവരെങ്ങനെ ചങ്ങല കിട്ടുന്നത്? പാവം, എന്തൊരു ഭംഗിയെന്നറിയ ഇവരെ കാണാൻ. ആ നോട്ടവും ശബ്ദവും. ഹൈ, ഈ സോക്കേന് മരുന്നൊന്നുമില്ലേ അമ്മേ? അത് അവരന്വേഷിച്ചോളൂ, കുട്ടി നോക്കണ്ട. കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ എന്തോ ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. സർ രസത്തിന് ജയദേവാ, ഓള് കുട്ടിയല്ലേ, സാരമില്ല. ഞാൻ മാപ്പി വയ്ക്കുന്നു. കൊണ്ടുമൂടിയാലും പൂവണ്ടുമൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. മലിനമാക്കി പങ്കിടമാക്കി എന്റെ കുളം നീ അശുദ്ധമാക്കി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറില്ല 2 ദിവസമായിട്ട്. കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തബലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റോ ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിനകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ? എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സമ്മതിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്? ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും? എനിക്കറിയാം, എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്കെന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ.